നമസ്കാരം. സ്വാമി ശരണം. ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി, തന്ത്രവിദ്യാപീഠം പൂർവ്വ വിദ്യാർത്ഥി. ഈ വരുന്ന ആഗസ്റ്റ് 18 തന്ത്രവിദ്യാപീഠത്തിലെ നാം ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം നടക്കുകയാണല്ലോ. ഇതിനോടകം അത് നാം ഓരോരുത്തരും അറിഞ്ഞു കാണും. പാലയാട്ട് മുണ്ടക്കൽ ശ്രീ പി എം ഹരീഷ് നമ്പൂതിരി, ഡോക്ടർ ശ്രീ പി എം ഹരീഷ് നമ്പൂതിരി തന്ത്രവിദ്യാപീഠത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ശ്രീ പരശുരാമ കൽപ്പസൂത്രം തന്ത്രഗ്രന്ഥം, അതിൻ്റെ ശ്രീവിദ്യ സമ്പ്രദായത്തിലുള്ള അതിൻ്റെ ശ്രീ പരശുരാമ കൽപ്പസൂത്രം ശ്രീവിദ്യ തന്ത്രഗ്രന്ഥം ഭാഷ്യം, അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രകാശനം ഈ വരുന്ന ആഗസ്റ്റ് 18 ചെറിയത്തപ്പൻ്റെ തിരുമുറ്റത്ത് തന്ത്രവിദ്യാപീഠത്തിൻ്റെ സഭാമണ്ഡപത്തിൽ വെച്ച് അദ്ദേഹം തന്ത്രവിദ്യാപീഠത്തിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റും കൂടാതെ നിരവധി സാംസ്കാരിക രംഗങ്ങളിൽ മുൻനിരക്കാരനുമായ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന തന്ത്രവിദ്യാപീഠത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണേട്ടന് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശന കർമ്മം നടക്കുകയാണ്. തീർച്ചയായിട്ടും തന്ത്രവിദ്യാപീഠം തുടങ്ങിയപ്പോൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളുടെ ഒരു സഫലീകരണമാണ് ഇതുപോലുള്ള ചടങ്ങുകൾ. തന്ത്രവിദ്യാപീഠം ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാമായിരുന്ന നമ്മുടെ സംപൂജ്യ ഗുരുനാഥൻ സൂര്യൻ്റെ പര്യായം നാമധേയമായിട്ടുള്ള കൽപ്പുഴ നമ്പൂരിയും, അതുപോലെ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ആജീവനാന്തം തന്ത്രവിദ്യാപീഠത്തിന് വേണ്ടി പരിശ്രമിച്ച ചന്ദ്രൻ്റെ പര്യായം നാമധേയമായിട്ടുള്ള മാധവജിയും, ആ രണ്ട് മഹത് വ്യക്തിത്വങ്ങളും അന്ന് ഈ തന്ത്രവിദ്യാപീഠം എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ ഇതുപോലുള്ള ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, സമൂഹത്തിൽ വേണ്ട പരിവർത്തനങ്ങൾ നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ സഫലീകരണത്തിന് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മറ്റു പല പല ജന്മങ്ങൾ കഴിഞ്ഞ് അവസാനം മനുഷ്യജന്മം എടുക്കുന്നു. ആ മനുഷ്യജന്മം കൊണ്ട് നാം പ്രയോജനപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം, ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത് എന്ന കാര്യങ്ങൾ സാധാരണക്കാരിൽ വരെ എത്തിച്ചു കൊടുക്കുവാൻ ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി പൂജാധികാരികളിൽ ഉള്ള ആളുകൾക്ക് സാധിക്കണം, ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് സാധിക്കണം. അതുകൊണ്ട് സമൂഹത്തിന് തന്നെ ഒരു മാറ്റം വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലെ ഈ സ്ഥാപനം തുടങ്ങിയത്. അതിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ഭാഷ്യങ്ങൾ രചിച്ച് സാധാരണ ആളുകൾക്കും ആ പൂജാ കാര്യങ്ങളിൽ ശ്രീവിദ്യ പൂജകൾ അല്ലെങ്കിൽ മറ്റു വിധാനത്തിലുള്ള പൂജകളുടെ ഗൗരവവും അതിൻ്റെ മഹത്വവും സാധാരണക്കാർക്കും മനസ്സിലാക്കുവാനും പറ്റുന്ന രീതിയിൽ സരളമായ ഭാഷയിൽ ഇതുപോലെയുള്ള ഭാഷ്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വളരെയധികം, സംസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം വളരെ അധികം സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുപോലെ ഒരു വളരെ ക്ലേശകരമായ ഒരു സംരംഭം ഏറ്റെടുത്ത് റിസർച്ച് രൂപത്തിൽ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള ഈ ഗ്രന്ഥത്തിന് ഒരു ഭാഷ്യം എഴുതാൻ പുറപ്പെട്ട ഈ ശ്രീ പി എം ഹരീഷ്, ഡോക്ടർ ശ്രീ പി എം ഹരീഷ് നമ്പൂതിരി അവരുകളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഒരംഗവും പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ അനുജനുമായ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്ന തന്ത്രവിദ്യാപീഠത്തിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അതുപോലെ അഭ്യുദയകാംക്ഷികളായ എല്ലാവർക്കും പ്രചോദനം തരുന്ന ഒരു മഹത് കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ബൃഹത്തായ ലൈബ്രറി, അതിൽ അനവധി ഗ്രന്ഥങ്ങളും മറ്റും പല പൂജാ വിഷയങ്ങൾ, തച്ചുശാസ്ത്ര സംബന്ധമായി, ജ്യോതിഷപരമായി എന്ന് വേണ്ട സംസ്കൃതത്തിൻ്റെ അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള നിരവധി കിട്ടാൻ ദുർലഭമായിട്ടുള്ള വളരെയധികം പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളുമുള്ള നമ്മുടെ ലൈബ്രറിയിൽ അത് വേണ്ട രീതിയിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്തി ഇതുപോലെ ഉള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള പൂജാ വിധാനങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ സരളമായ ഭാഷയിൽ രചിക്കുവാൻ ഓരോരുത്തർക്കും പ്രയത്നിച്ച് സാധിക്കട്ടെ. അതിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ചെറിയത്തപ്പനും
നമ്മുടെ സംപൂജ്യ ഗുരുനാഥനും അതുപോലെ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും പ്രത്യേകം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്വാമിയെ ശരണം അയ്യപ്പ. ചെറിയ തപ്പ ശരണം.